welcome all to the mechanical engineering subject. Today also we are discussing about the steam turbines. In the last two classes we were discussing about the working of steam turbines. How the steam turbines, in the first class we discussed about the reaction turbine, impulse turbine, and what are all the different classifications, and we were discussing about the working principle. In the second class, the working principle has discussed with the help of some animated videos. In this class, we extended the working of impulse turbine. Okay, let us see the working. In this class, today we are discussing about D-level impulse turbine. D-level impulse turbine, it is a single stage impulse turbine. So what do you mean by single stage? There is only one set of nozzles and one runner and blades. Single stage means there can be two or more nozzles are fitted with one rotor. You may be knowing that നമുക്കറിയാം ഒരു റോട്ടർ ഉണ്ടാവും. ആ റോട്ടറിൻ്റെ പുറത്താണ് നമ്മൾ ഈ ബ്ലേഡ്സ്, ഇതിനെയാണ് നമ്മൾ ടർബൈൻ്റെ ബ്ലേഡ്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഇതിനകത്തേക്ക് ഇതാണ് നമ്മുടെ നോസിൽ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ നോസിൽ. ദിസ് ക്യാൻ ബി മെനി. ഇപ്പം ഇതേപോലെ ഒരു റൗണ്ടിനകത്ത് നമുക്ക് വേണമെങ്കിൽ വി ക്യാൻ പ്ലേസ് 3 or more nozzles can be arranged. So this is one stage. One stage means one rotor. റോട്ടറിനകത്ത് കർവ്ഡ് വെയിൻസ് ഓർ കർവ്ഡ് ബ്ലേഡ്സ് ഉണ്ട്. ഈ കർവ്ഡ് ബ്ലേഡ്സ്, ദിസ് ഈസ് ദ കർവ്ഡ് ബ്ലേഡ്സ്. ഈ കർവ്ഡ് ബ്ലേഡ്സിലേക്ക് നമ്മുടെ നോസിൽ കൂടി വരുന്ന ഹൈ വെലോസിറ്റി സ്റ്റീം ഇംപിഞ്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതുപോലെ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത്, ദാറ്റ് കൈനറ്റിക് എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ വീൽസ് ഓർ റണ്ണർ and the runner rotates. This is what is happening in the case of impulse turbine. Impulse turbine ഏറ്റവും വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ്, അല്ലെങ്കിൽ ദ വെരി ബേസിക് മോഡൽ ഓഫ് impulse turbine is D-level turbine. So D-level turbine is the simplest form of single stage impulse turbine. As we know that in impulse turbine, ഇമ്പൾസീവ് ആക്ഷൻ ഓഫ് ദ ജെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോസിലിൽ കൂടി, ഇതാണ് നമ്മുടെ നോസിൽ എന്ന് പറയുന്നത്, അല്ലേ? ദിസ് ഈസ് ദ നോസിൽ. ഒരു നോസിലിൽ കൂടി ഈ സ്റ്റീം പുറത്തേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി ഹൈ ആയിരിക്കും. വെലോസിറ്റി ഹൈ ആകുമ്പോഴത്തേക്ക്, ആസ് വി നോ ദാറ്റ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ജെറ്റ് ഈസ് വെരി ഹൈ. കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും, ബിക്കോസ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv². When velocity is increased, kinetic energy is also increased. അപ്പോൾ ഒരു ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുന്നത് ഇമ്പൾസീവ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ എ ഷോർട്ട് ഇൻ്റർവെൽ ഓഫ് ടൈം. കുറഞ്ഞ ഒരു സമയത്തേക്ക് ഒരു ഗ്രേറ്റർ ഫോഴ്സ് ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇമ്പൾസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇമ്പൾസീവ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ് എന്ത്, ഇമ്പൾസ് ടർബൈൻ. അതായത് നമ്മുടെ നോസിൽ കൂടി സ്റ്റീം പോയി കഴിയുമ്പോഴത്തേക്ക് ആ സ്റ്റീമിൻ്റെ പ്രഷർ എനർജി കംപ്ലീറ്റ് ആയിട്ട് വെലോസിറ്റി എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയും, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയും, ഈ കൈനറ്റിക് എനർജി റണ്ണറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് റണ്ണറിനെ കറക്കുന്ന അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യിക്കുന്ന ടൈപ്പ് ഓഫ് ടർബൈനെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസ് ടർബൈൻ. So there should be a nozzle, there should be a runner and blades, curved vanes or blades, and there is a casing. ഇതിനെ ചുറ്റിക്കൊണ്ടൊരു casing ഉണ്ടാകും. That may be airtight. Most of the caseലും അതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു casing ആയിരിക്കും നമ്മൾ
കൊടുക്കുന്നത്. നോസിൽ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് നോസിൽ? ഇറ്റ് റെഗുലേറ്റ്സ് ദ ഫ്ലോ ഓർ ഇറ്റ് കൺട്രോൾസ് ദ ഫ്ലോ. ഫ്ലോയെ കൺട്രോൾ ചെയ്യുകയാണ്. നോസിൽ ഗൈഡ്സ് ദ സ്റ്റീം ഫ്ലോ ടു ദ ഡിസൈൻഡ് ഡയറക്ഷൻ. നമ്മുടെ ഡിസൈൻഡ് ഡയറക്ഷനിലേക്കും അതുപോലെ നമ്മുടെ പർട്ടിക്കുലർ വെലോസിറ്റിയിലേക്കും നമുക്ക് എവിടേക്കാണ് ഇത് സ്ട്രൈക്ക് ചെയ്യിക്കേണ്ടത് ആ ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയും അതുപോലെ നമ്മൾക്ക് ആവശ്യമുള്ളത്രയും വെലോസിറ്റിയിലും ഈ സ്റ്റീമിനെ എത്തിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് നോസിൽ. ഇൻ ദ കേസ് ഓഫ് റണ്ണർ എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ ഷാഫ്റ്റിൽ പിടിപ്പിച്ചിരിക്കുന്ന ഒരു പുള്ളി പോലുള്ള ഒരു എന്താണ് ഡിസ്കാണ്. ഇറ്റ് ഈസ് എ സർക്കുലർ ഡിസ്ക് ഫിക്സഡ് ടു എ ഹൊറിസോണ്ടൽ ഷാഫ്റ്റ്. വൺ ഓഫ് ദ പെരിഫറി ഓഫ് ദ റണ്ണർ or in the periphery and the circumference, a number of blades or curved veins in this shape, symmetrical shape ലുള്ള ധാരാളം കർവ്ഡ് വെയിൻസ് അല്ലെങ്കിൽ ബ്ലേഡ്സ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. ആൻഡ് ഇറ്റ് ഈസ് ഫിക്സ്ഡ് യൂണിഫോംലി, ഒരുപോലെ ആയിരിക്കും ഈ ഡിസ്റ്റൻസ്. ദാറ്റ് വിൽ ബി മെയിൻറ്റെയിൻഡ് ത്രൂ ഔട്ട്. ഓക്കെ, ആൻഡ് ദർ ഈസ് എ കേസിംഗ്. ദ കേസിംഗ് ഈസ് ആൻ എയർ ടൈറ്റ് മെറ്റാലിക് കേസിംഗ് which contains the turbine and runner blades. ഇതിനെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്താണ്, there is a ടൈറ്റ് കേസിംഗ് ഉണ്ടാവും. നമ്മുടെ ഈ ബ്ലേഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റീൽ, അലോയ് സ്റ്റീൽ വെച്ചിട്ടാണ്. നമ്മൾ സാധാരണയായിട്ട് അലോയ് സ്റ്റീൽസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഇത് വളരെ സർഫസ് ഫിനിഷോട് കൂടിയാണ് ഉണ്ടാക്കുന്നത്. കാരണം വിയർ ആൻഡ് ടിയർ കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതുപോലെ തന്നെ നമ്മൾ ഒന്നുകിൽ ഇത് സിംഗിൾ കാസ്റ്റിംഗ് ആയിട്ട്, എന്താണ് സിംഗിൾ കാസ്റ്റിംഗ് എന്ന് ചോദിച്ചാൽ ഈ റണ്ണറും ബ്ലേഡും ഒന്നായിട്ടിരിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു എന്താണ് ഒറ്റ സ്ട്രക്ചറായിട്ടിരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കാസ്റ്റ് എന്ന് വിളിക്കുന്നത്. നേരെ മറിച്ച് ഓർ വി ക്യാൻ യൂസ് ഇറ്റ് ബോൾട്ടഡ്, നമുക്കത് ജോയിൻ ചെയ്യുന്ന രീതിയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, so next that is the pressure and the velocity of steam in turbine. This you should know. In the last slide also I have told you, in the case of a steam turbine, especially in impulse turbine, this is the nozzle. Okay, so this is the nozzle part, this is the nozzle, this is the nozzle, and here this is the nozzle. Okay, this is the nozzle, this is the nozzle, and this is the vein, or we can call it as this is the vein or blade. Okay, this is the blade. Okay, so when steam is passing through the steam നമ്മുടെ ഈ നോസിലൂടെ വരുമ്പോഴത്തേക്ക് സ്റ്റീമിന്, സി വാട്ട് ഇസ് പി ബി ഇസ് ദ ബോയിലർ പ്രഷർ. സ്റ്റീം എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്റ്റീം ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബോയിലർ അറ്റ് വെരി ഹൈ പ്രഷർ ആൻഡ് വെരി ഹൈ ടെമ്പറേച്ചർ. Steam is coming with this much pressure and temperature, but naturally the velocity will be low. അതിൻ്റെ വെലോസിറ്റി ആണ് ഈ പച്ച കളറിൽ കാണിച്ചിരിക്കുന്നത്, പ്രഷർ വേരിയേഷൻ ആണ് ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ദ മൂവിങ് ബ്ലേഡ് ആണ്, മൂവിങ് ബ്ലേഡ്. അപ്പോൾ ഇതെന്താണ്? ഇത് നോസിലൂടെ കയറിയിട്ട് ഈ മൂവിങ് ബ്ലേഡിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലുള്ള ധാരാളം മൂവിങ് ബ്ലേഡ്സ് ഉണ്ടാകും. ഓക്കെ, സോ ഇതിനകത്തോട്ട് വന്നിട്ട് ഇടിക്കും, അല്ലേ? ഇതിനകത്തോട്ട് വന്ന് ഇടിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. അങ്ങനെ ഈ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രഷറിനും വെലോസിറ്റിക്കും ഉണ്ടാകുന്ന മാറ്റമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആദ്യം നമുക്ക് പ്രഷർ നോക്കാം. നോസിലൂടെ കയറുമ്പോൾ നമുക്കറിയാം, നോസിലിൻ്റെ ഏരിയ നോക്കൂ, ഏരിയ കുറയുകയാണ്. ഏരിയ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഏരിയ കുറയുമ്പോഴത്തേക്ക് വെലോസിറ്റി കൂടും. അതാണ് നമ്മൾ കാണുന്നത്. നോക്കൂ, ഇവിടെ കയറുമ്പോഴുള്ള വെലോസിറ്റി ഇതാണ്, പക്ഷേ ഇവിടെ ഇറങ്ങുമ്പോഴുള്ള വെലോസിറ്റി കണ്ടോ? വെലോസിറ്റി ഹൈ ആണ്. അതാണ് നമ്മൾ പറയുന്നത് വെലോസിറ്റി ഈസ് ഇൻക്രീസ്ഡ്. വെലോസിറ്റി കൂടുന്നുണ്ട്. അതായത് നോസിലിൽ വെച്ചിട്ട് ഈ വെലോസിറ്റി, ദിസ് വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് ഇൻ ദ നോസിൽ.
വെലോസിറ്റി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദ പ്രഷർ ഈസ് റെഡ്യൂസ്ഡ്. പ്രഷർ റെഡ്യൂസ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. ദിസ് ബ്ലാക്ക് ലൈൻ ഷോസ് ദി വേരിയേഷൻ ഓഫ് പ്രഷർ ആൻഡ് ദ ഗ്രീൻ ലൈൻ ഷോസ് ദ വേരിയേഷൻ ഓഫ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ദ പ്രഷർ ഓഫ് ദ സ്റ്റീം ഈസ് റെഡ്യൂസ്ഡ്. പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എവിടെ വെച്ചാണ് നടക്കുന്നത്? ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ നോസിൽ. നോസിൽ വെച്ചിട്ടാണ്. നോസിലിൽ പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നു, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഈ ഇൻക്രീസ് ചെയ്യുന്ന ഹൈ വെലോസിറ്റിയിലുള്ള സ്റ്റീമാണ് നമ്മുടെ ബ്ലേഡിൽ വന്നിടിക്കുന്നത്. ആ ബ്ലേഡിൽ വന്നിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന മാറ്റമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദ വെലോസിറ്റി ഈസ് ഡിക്രീസിങ്. See, but the pressure remains constant. അപ്പോൾ ഈ ഒരു കാര്യം ഓർക്കുക. നോസിലും ബ്ലേഡിലും നടക്കുന്ന മാറ്റം. നോസിലിൽ നടക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി കൂടുന്നു. വെലോസിറ്റി കൂടുന്നു, പ്രഷർ കുറയുന്നു. എന്നാൽ പിന്നീട് ബ്ലേഡിൽ കയറുമ്പോഴത്തേക്ക് ഈ വെലോസിറ്റി എനർജി ഓർ കൈനറ്റിക് എനർജി ആർക്ക് കൊടുക്കുന്നു? ഇതിന് കൊടുക്കുന്നു. ഇതിന് കൊടുത്തു കഴിയുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് ഇതിൻ്റെ എനർജി കുറയുന്നു. പക്ഷേ എന്നാൽ ഇതിൻ്റെ പ്രഷർ എനർജി ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഇതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ദ പ്രഷർ ഓഫ് ദ സ്റ്റീം ജെറ്റ് ഈസ് റെഡ്യൂസ്ഡ്. സി, the pressure of the steam jet is reduced in the nozzle and remains constant while passing through the moving blade. മൂവിങ് ബ്ലേഡിലൂടെ പോകുമ്പോഴത്തേക്ക് അതെന്താണത്? കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? and remains constant while passing through the moving blade. The velocity of steam is increased. Velocity of steam increase ചെയ്യുന്നു in the nozzle and reduced while passing in the moving blade. അതുപോലെ തന്നെ the velocity ഇവിടെ വെലോസിറ്റി കൂടുന്നെങ്കിലും വെലോസിറ്റി കുറയുന്നുണ്ട്. എവിടെയാണ്? മൂവിങ് ബ്ലേഡിലൂടെ പോകുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഈസ് ഹാപ്പനിങ്? ഇറ്റ് ഈസ് റെഡ്യൂസിങ്. സോ ദ വെലോസിറ്റി ഇൻക്രീസസ് ആൻഡ് റെഡ്യൂസസ് ബട്ട് ദ പ്രഷർ ഡിക്രീസസ് ആൻഡ് ബിക്കംസ് കോൺസ്റ്റന്റ്. പ്രഷർ ഡിക്രീസസ് ആൻഡ് മെയിൻറ്റെയിൻസ് എ കോൺസ്റ്റന്റ് വാല്യൂ ബട്ട് the velocity increases and then decreases in an impulse turbine. This is exactly true. Okay, next one is the reaction turbine. So far we have discussed about the impulse turbine. Now we are discussing about the reaction turbine. You might have seen that in garden, ദാറ്റ് ഈസ് നമ്മൾ ഗാർഡനിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതേപോലൊരു വെള്ളം അടിക്കുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഈ വെള്ളം ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ദിസ് ഈസ് വെരി സിമ്പിൾ. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്തൂടെ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഈ വെള്ളം ശരിക്കും പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ വെള്ളം പോകുന്നതിൻ്റെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. സപ്പോസ് ഇഫ് ദ വാട്ടർ ഈസ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ, ദിസ് വിൽ ബി റൊട്ടേറ്റിംഗ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പം ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ ദാറ്റ് ഈസ് എ റിയാക്റ്റീവ് ഫോഴ്സ് ഓഫ് ദ ജെറ്റ് കൊണ്ടാണ്. അതായത് ഇതിനകത്തൂടെ ഈ ജെറ്റ് ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഇതിനകത്തോട്ട് ഇങ്ങോട്ടൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു ജെറ്റ് പുറത്തേക്ക് പോകുമ്പം ആ ജെറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പം ഇതിലേക്കൊണ്ടൊരു ജെറ്റ് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുക്കും അല്ലേ? ഇപ്പം ജെറ്റ് പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ആ ഫോഴ്സ് കൊണ്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് റിയാക്ഷൻ. ഇതിൻ്റെ ഒരു സിംപ്ലിഫൈ ചെയ്തൊരു പടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അനിമേറ്റഡ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇമ്പൾസ് ടർബൈനും റിയാക്ഷൻ ടർബൈനും തമ്മിലുള്ള വ്യത്യാസം. ഇമ്പൾസ് ടർബൈനിൽ നമ്മൾ നോസിൽ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ റിയാക്ഷൻ ടർബൈൻ്റെ കേസിൽ ഇതേപോലെയാണ് നോസിൽ വെച്ചിരിക്കുന്നത്. നോസിൽ ഈ കറങ്ങുന്ന ഷാഫ്റ്റിനോടൊപ്പം തന്നെയാണ് നോസിൽ കൊടുത്തിരിക്കുന്നത്. നോസിൽ നിന്നും ഇത് പുറത്തേക്ക് വരുന്ന സമയത്ത് അതായത് നമുക്ക് റിയാക്റ്റീവ് ഫോഴ്സ് കിട്ടുന്നുണ്ടായി. ആ റിയാക്റ്റീവ് ഫോഴ്സ് കൊണ്ട് ഇതിനെ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് ഇത് ആദ്യം കടന്നു പോകുന്നത് ദിസ് ഈസ് മൂവിങ് ത്രൂ ദി ഫിക്സഡ് ബ്ലേഡ്. ഓക്കെ, ഞാൻ ഇതിനകത്ത് നോസിലും കൂടെ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഫിക്സഡ് ബ്ലേഡിലൂടെയാണ് പിന്നീട് കടന്നു പോകുന്നത്. ആ ഫിക്സഡ് ബ്ലേഡിലൂടെ കടന്നു പോയിട്ട് വീണ്ടും നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു?
മൂവിങ് ബ്ലേഡ്, അതായത് മൂവിങ് ബ്ലേഡ് എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന ബ്ലേഡ്. ഇത് ഇമ്പൾസ് ടർബൈൻ്റെ പടമാണ്, ഇത് റിയാക്ഷൻ ടർബൈൻ്റെ പടമാണ്. ഇതിൻ്റെ ഫങ്ഷണൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ ടർബൈനിൽ നോസിൽ കഴിഞ്ഞാൽ ഉടനെ ഒരു ഫിക്സഡ് ബ്ലേഡ് ഉണ്ട്, അത് കഴിഞ്ഞൊരു മൂവിങ് ബ്ലേഡ് ഉണ്ട്, പിന്നെ ഫിക്സഡ് ബ്ലേഡ്, മൂവിങ് ബ്ലേഡ്, ഇങ്ങനെ നമ്പർ ഓഫ് സ്റ്റേജസ് ആയിട്ടാണ് നമ്മളിത് അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ റിയാക്ഷൻ ടർബൈനിൽ ആദ്യം ഒരു നോസിൽ, ദെൻ ദർ ഈസ് എ ഫിക്സഡ് ബ്ലേഡ്, മൂവിങ് ബ്ലേഡ്, ഫിക്സഡ് ബ്ലേഡ്, മൂവിങ് ബ്ലേഡ്. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ദിസ് ഈസ് അറേഞ്ച്ഡ്. Here the direction of shape is opposite to the direction of jet. അപ്പോൾ ഇവിടെ നമ്മൾ ജെറ്റ് ഇങ്ങനെ പോവുകയാണ്, ഇങ്ങനെയാണ് ജെറ്റ് പോകുന്നതെങ്കിൽ ഷാഫ്റ്റ് ഇങ്ങനെ ജെറ്റ് പോവുകയാണെങ്കിൽ ഷാഫ്റ്റ് കറങ്ങുന്നത് ഇങ്ങനെയായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പോൾ ജെറ്റ് പോകുന്നത് അങ്ങോട്ട്, ഷാഫ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഷാഫ്റ്റ് കറങ്ങുന്നത്. ദിസ് ഈസ് ഡ്യൂ ടു ദ റിയാക്റ്റീവ് ഫോഴ്സ്. റിയാക്റ്റീവ് ഫോഴ്സ് കൊണ്ടാണ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ജെറ്റ് ഓഫ് ദ ഫ്ലൂയിഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് ഇമ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇമ്പൾസ് റിയാക്ഷൻ ടർബൈൻ എന്നാണ് ഇതിനെ നമ്മൾ ശരിക്കും വിളിക്കേണ്ടത്. ആക്ച്വലി ഇറ്റ് ഈസ് കോൾഡ് as ഇമ്പൾസ് റിയാക്ഷൻ ടർബൈൻ because some part of the impulsive energy or the kinetic energy of the jet is also utilized in this turbine, but the turbine shaft rotates with the reactive force of the jet produced. ഈ ജെറ്റിന്റെ റിയാക്റ്റീവ് ഫോഴ്സ് കൊണ്ടാണ് നമ്മുടെ ഈ ഷാഫ്റ്റ് കറങ്ങുന്നത്. ഇതാണ് ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. Okay, so with this figure you may be able to explain the functional difference between impulse turbine and reaction turbine. Impulse turbine നമ്മൾ നേരത്തെ കണ്ടതാണ്, വെലോസിറ്റി കൂടുന്നു കുറയുന്നു. ഇമ്പൾസ് ടർബൈനിലെ പ്രഷർ കുറയുന്നു, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു, അല്ലേ? പ്രഷർ ഈസ് റെഡ്യൂസ്ഡ് then പ്രഷർ ഈസ് കോൺസ്റ്റന്റ്. ഇവിടെ എന്താണ്? Pressure is increasing then decreasing. Pressure is increasing in the nozzle and pressure is decreasing in the moving blade. Velocity is increasing in the nozzle and velocity is decreasing in the moving blade, and the pressure is decreasing in the nozzle and remains constant in the moving blade. ഇത് ഫിഗർ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. But in the case of a reaction turbine, pressure is not constant. Pressure constant അല്ല, reaction force is always applied. Okay, ഇപ്പോൾ ഇവിടെ നോക്കുക, ഇത് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നോസിൽ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. In reaction turbine, there are alternate series of fixed and moving blades are arranged. Fixed blade, moving blade ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, suppose this is the pressure of the inlet stream, this is the velocity of this is the velocity, this is the pressure. Pressure gradually decrease ചെയ്യാണ്. Pressure is gradually decreasing, whereas velocity is increasing, decreasing. This is what is happening. So അപ്പോൾ ഇവിടെ ഇതേ രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് എന്ത് ചെയ്യുന്നത്, വെലോസിറ്റി ഫോളോ ചെയ്യുന്നത്. ബട്ട് പ്രഷർ എന്ത് ചെയ്യാണ്, കോൺസ്റ്റന്റ് ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഫിക്സഡ് ബ്ലേഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി ഭാഗികമായി റീസ്റ്റോർ ചെയ്യപ്പെടുന്നു. കാരണം നമുക്കറിയാം ഇമ്പൾസ് ടർബൈനിൽ നിന്ന് പുറത്തു പോകുന്ന സ്റ്റീമിനും it also contains some amount of kinetic energy. One of the greatest disadvantages of single stage impulse turbine is that the wastage of energy is more because large amount of energy is being wasted through the outlet of the turbine. But in this case, since it contains many number of stages and it contains a fixed blade also, in fixed blades this velocity energy or kinetic energy is restored, so that
this is increasing. Again this is increasing, decreasing. If we have many number of stages, then also it will be increase, decreasing. But we cannot go for much number of stages because the pressure is reducing. After a certain pressure range, we cannot use this further. So from this figure we can understand the working of a reaction turbine. Okay, now we move on to the difference between impulse and reaction turbine. This is very important. This may ask for your examination. This says actually what we have discussed in impulse and reaction turbine. Let us see that impulse turbine, you may be knowing that steam expands completely in nozzle. അതായത് ഇവിടെ സ്റ്റീം എക്സ്പാൻഡ് ചെയ്യുന്നത്, എക്സ്പാൻഷൻ എന്ന് പറയുന്നത് is an adiabatic or isentropic process where the heat transfer is assumed to be zero. അപ്പോൾ സ്റ്റീം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇമ്പൾസ് ടർബൈൻ ആണെങ്കിൽ അത് പൂർണ്ണമായിട്ടും സ്റ്റീം എക്സ്പാൻഡ് ചെയ്യുന്നത് നോസിലാണ്. സോ യു മേ ഹാവ് സം ഡൗട്ട് റിഗാർഡിംഗ് the statement which I have told you, that we can completely understand from this figure. Steam expand ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that means the pressure is reducing. ഇവിടെ പ്രഷർ റെഡ്യൂസ് ചെയ്യുന്ന എവിടെയാണ്? that is in nozzle. പിന്നെ പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. steam expands completely in nozzle. That is important in the case of, this is very important in the case of impulse turbine. But in the case of reaction turbine, a part of the pressure is reducing in the nozzle, and the remaining pressure drop happens in the blades. This is a very important point which we can understand from this impulse and reaction turbines. Okay. So in impulse turbine, only impulsive force strikes to the blades fixed to the rotor. നമ്മുടെ ഇതിനകത്തോട്ട് ഈ റോട്ടറിനകത്തോട്ട് ഓൺലി ഇമ്പൾസീവ് ഫോഴ്സ് ഓഫ് ദ ജെറ്റ് മാത്രമാണ് നമ്മുടെ ബ്ലേഡ്സിലോട്ട് വരുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് റിയാക്ഷൻ ടർബൈൻ, ഇമ്പൾസീവ് ഫോഴ്സ് ആൻഡ് റിയാക്റ്റീവ് ഫോഴ്സ് both means it is a vector sum. Vector sum, force is a vector, therefore vector sum is used. Vector sum of impulsive and reactive force strikes the blades. So this is also the second difference. Blades are symmetrical. You may be knowing that this is symmetrical. Symmetrical blades are used. Symmetrical shapes. There are symmetrical blades are used. Here asymmetrical shapes of blades are used. Speed is high in the case of impulse turbine because the high velocity jet is coming through the nozzle, and therefore the speed of the jet is very high, the velocity is very high, therefore the rotation speed or the RPM of the runner is also very high. In reaction turbine, this rotation speed is low. Comparatively this is low. Here the number of stages is less, but in this case for same power, suppose if you want 100 kilowatt power, impulse turbine there can be less number of stages, but in this case for 100 watt we need more number of stages are required. That is another disadvantages of reaction turbine. Example for reaction turbines, impulse turbine are D-level turbine, Curtis turbine, Rayleigh turbine, etc. Example for reaction turbine are Parsons turbine and Hero turbines. Okay. Now we move on to the Curtis turbine. Curtis turbine, it is an impulse turbine. Why that name comes? Because of a scientist. Actually this is a velocity compounded turbine. So I'll say what is compounding. See, in the case of impulse turbine, the rotor velocity is very high due to the high velocity of jet.
ജെറ്റിൻ്റെ ഹൈ വെലോസിറ്റി കൊണ്ട് റണ്ണറിൻ്റെ RPM എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരിക്കും. ഇറ്റ് വിൽ ബി വെരി ഹൈ. So we have to reduce the rotor speed. Otherwise it will damage the geometry or the structure. Reduce rotor speed ന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ്സ് ആണ് കോമ്പൗണ്ടിങ് മീൻസ് അതിനെ നമ്മൾ സ്റ്റേജസ് ആക്കി മാറ്റും, കട്ട് ചെയ്യും, പല ഘർഷണങ്ങളാക്കി മാറ്റും. അതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ടിങ് ഈസ് ഡൺ ഫോർ റെഡ്യൂസിങ് ദ റോട്ടർ സ്പീഡ്. Okay, so the velocity Curtis turbine is a velocity compounded turbine, impulse turbine. അപ്പോൾ impulse turbine ഒരു classification ആണ് velocity compounded impulse turbine, and it is called as Curtis turbine. Remember, this impulse turbine is very similar to the D-level turbine or the working of impulse turbine that we have studied in the last class and this class too. There is a conservation of total enthalpy. We have discussed before. Into kinetic enthalpy is pressure plus temperature. Okay, that is the energy. Enthalpy is the energy consisting of some thermal part and pressure part. Okay, into kinetic energy. So the conversion in this is also, we will call it as, this is impulse turbine. So the entire energy is converted into kinetic energy in one stage. So the kinetic energy is maximum here, is maximum. This is the velocity, this is the pressure. Conversion of total enthalpy into kinetic energy in one stage and dividing that kinetic energy 1, 2, 3 നമ്മൾ വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്യുന്നു into mechanical energy in subsequent stages of the blade. അപ്പം നോക്ക്, നമ്മളുടെ നോസിലില് ഇവിടെ നേരത്തെ കണ്ടതുപോലെ പ്രഷർ ഡ്രാസ്റ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്ന സമയത്ത് we can see that എന്താണ്, പ്രഷർ ഡ്രാസ്റ്റിക് ആയിട്ട് കുറയുന്നു. Then the pressure is almost constant here. Pressure almost constant ആണ്. That is in the case of impulse turbine. So the conversion of total enthalpy into kinetic energy in one stage and dividing this kinetic energy into mechanical energy in the subsequent stages means kinetic energy ഇവിടെ കൂടുന്നു, then it is reducing, then again reducing. Okay, so that is the case of Curtis turbine. But see, the pressure reduction happens in nozzle and there is no change in pressure in the subsequent stage of the Curtis turbine. Curtis turbine is an impulse turbine. It is a velocity compounded turbine. See why it is called as velocity compounded. Velocity change happens in stages. ഇവിടെ ഒരു സ്റ്റേജിലും അടുത്ത സ്റ്റേജിലുമാണ് വെലോസിറ്റി മാറുന്നത്, അല്ലേ? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഇവിടെ ഒരു സ്റ്റേജ് മാത്രം കൊടുത്തു, അവിടെ വെച്ച് വെലോസിറ്റി കുറഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ വെലോസിറ്റി സ്റ്റേജസ് ആയിട്ടാണ് കുറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കോമ്പൗണ്ടഡ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കോമ്പൗണ്ടഡ് എന്ന് വിളിക്കും. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണ്, ലോ സ്പീഡ് റേഷ്യോ ആണ്. സിൻസ് ഇറ്റ് ഈസ് കോമ്പൗണ്ടഡ്, സ്പീഡ് റേഷ്യോ ക്യാൻ ബി റെഡ്യൂസ്ഡ്. Higher utilization of kinetic energy because there are number of stages and the kinetic energy is reutilized or restored. Large pressure drop that happens in the nozzle. Okay, there are advantages and disadvantages of any turbines. So the first one is low cost and it is very compact and reliable. So it is a reliable turbine. But the disadvantages are, one is high frictional loss. Of course, the frictional loss of the turbine is very high. The second one is maximum efficiency is lower. Efficiency is comparatively lower in this case. Okay, so the remaining is we have a pressure compounded turbine and a combination that we will see in next class. Okay, with this I conclude today's class here. Okay, thank you all. Have a nice day. Thank you.